എറണാകുളത്ത് ചികിത്സ തേടി ലേക്ക് ഷോറിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ നിർദ്ദേശിച്ചു അതിന് പറ്റിയ സർജറി ഏറ്റവും നല്ലത് അമേരിക്കയിലെ ഇന്ന് ആശുപത്രിയാണെന്ന്. മഹാനായ തങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ബീവിയോട് മഹാനായ തങ്ങൾ വന്ന് ചോദിച്ചു, അല്ല എന്നെ ഇങ്ങനെ കൊണ്ടുപോവാൻ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ബീവി പറഞ്ഞു, എനിക്ക് തന്നെ സുഖമില്ല, എന്നെ കൊണ്ടുപോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന്. സാധാരണക്ക് വിപരീതമായി അന്ന് മഹാനായ തങ്ങളുടെ ചുമലിൽ കൈപിടിച്ചുകൊണ്ട് ബീവി വീട്ടിന്റെ കവാടം വരെ വന്നു. കണ്ണെത്തുന്ന മറയുന്ന ദൂരം വരെ നോക്കി നിന്നു. മഹാനായ തങ്ങൾ അവസാനത്തെ യാത്ര പോകുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് നിന്ന്. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അമേരിക്കയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നതിനിടയിൽ കൊടപ്പനക്കൽ നിന്ന് വാർത്ത വന്നു, ബീവി വഫാത്തായിരിക്കുന്നു. മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ളവർ, കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ അവർ ഫുഖഹാക്കളാണ്. അവർ വട്ടം കൂടി, നേതാക്കന്മാർ ഒരുമിച്ച് കൂടി. അവരാലോചിച്ചു, തങ്ങൾ ഇവിടെ ഇല്ല, എന്ത് ചെയ്യണം? തങ്ങളോട് ഈ വാർത്ത എങ്ങനെ അറിയിക്കും? അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശം തേടി. അവർ പറഞ്ഞു, സങ്കീർണമായ ഒരു സർജറി കഴിഞ്ഞ ഒരാൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോ അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യയുടെ വഫാത്ത് പറഞ്ഞാൽ ഈ ചികിത്സക്ക് വിപരീത ഫലം ചെയ്യും. അതുകൊണ്ട് പറയാൻ പാടില്ല. ഡോക്ടർമാരുടെ വാക്കുകൾക്ക് പലപ്പോഴും വില കൊടുക്കും. അപ്പൊ അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചു. മുനവ്വർ മോനാണ് കൂടെയുള്ളത്. വിളിച്ചു പറഞ്ഞു, മഹാനായ ഉമർ അലി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉമ്മച്ചി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ബാപ്പ അറിയാൻ പാടില്ല. മുനവ്വർ അലി തങ്ങൾ പറയുന്നു, ഞാൻ ഉപ്പാന്റെ അടുത്ത് പോകുമ്പോ ഉപ്പാന്റെ രോഗശമനത്തിന് വേണ്ടി ഞാൻ പുഞ്ചിരിക്കും. ഞാൻ എന്റെ റൂമിലേക്ക് വന്നാൽ ഞാൻ വിതുമ്പി വിതുമ്പി കരയും. എന്റെ ഉമ്മാൻ അവസാനം എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മനുഷ്യന്റെ ഒരാത്മബന്ധം, നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരോട് കാണിക്കേണ്ട ഒരാത്മബന്ധത്തിന്റെ ഒരു ഉദാഹരണം കൂടെ അവിടെ നടന്നു. അതെന്തായിരുന്നു അറിയോ? ഒരു തെറാപ്പി. സ്വബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോ പല തെറാപ്പികളും കൊടുത്തു. അതിലൊരു തെറാപ്പിയായിരുന്നു റൈറ്റിംഗ് തെറാപ്പി. ഞാൻ വെറുതെ പറയാറില്ല, കണ്ടതേ പറയാറുള്ളൂ. മുനവ്വർ തങ്ങൾ സ്മരണികയിൽ എഴുതിയിട്ടുണ്ട്. റൈറ്റിംഗ് തെറാപ്പി എന്നൊരു തെറാപ്പി നടന്നു. എന്താ റൈറ്റിംഗ് തെറാപ്പി? തലയുമായി ബന്ധപ്പെട്ട അസുഖമാണ്. ആ മനുഷ്യൻ സ്വബോധത്തിലേക്ക് വരുന്നുണ്ടോ എന്നറിയാൻ ഒരു തുണ്ട് കടലാസും ഒരു പേനയും കൊടുത്തിട്ട് ഡോക്ടർമാർ വട്ടത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, തങ്ങളെ നാട്ടിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, എല്ലാം റാഹത്തായില്ലേ, രോഗമൊക്കെ മാറിയില്ലേ, എന്താ മനസ്സിലുള്ളത്, ഒന്ന് എഴുത്. ആരെയാ കാണാൻ കൊതിയാവുന്നത്? ഒന്ന് എഴുതാൻ പറഞ്ഞു. വിറക്കുന്ന കയ്യോടെ തങ്ങൾ എഴുതി, ഫാത്തിമ എന്നെഴുതി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പേരെഴുതി. മുനവ്വർ തങ്ങൾ പറയാൻ, എന്നിട്ട് ഞാൻ പറഞ്ഞില്ല. ലണ്ടൻ വഴിയാണ് തിരിച്ചു വന്നത്. ലണ്ടനിൽ മലയാളികൾ കാത്തിരിപ്പുണ്ട് മഹാനായ തങ്ങളെ ഒരു നോക്ക് കാണാൻ. അവിടെയും നേതാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ആ വിവരം ഞങ്ങൾ പറഞ്ഞോളും, നിങ്ങൾ പറയണ്ട. തിരിച്ചു കൊടപ്പനക്കലിലെത്തി മഹാനായ സയ്യിദ് അവർകൾ. എല്ലാവരുടെയും നടുവിലേക്ക് മഹാനവർകൾ ഇറങ്ങി വന്നു. നാടും നഗരവും ദുആ ചെയ്ത് കാത്തുനിന്ന മഹാനായ സയ്യിദ് അവർകൾ വന്നു. ആ കോലായിൽ വളരെ ക്ഷീണിതനായി മഹാനായ തങ്ങളിരുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞ് മഹാനവർകൾ വീട്ടിനകത്തേക്ക് തന്റെ പ്രിയതമയെ കാണാനുള്ള ഒരുക്കത്തോടെ എണീറ്റ് നടക്കുമ്പോ മഹാനായ തങ്ങളുടെ പുതിയാപ്പുള തങ്ങളോട് എന്തോ ചെറിയ വാക്കിൽ സൂചിപ്പിച്ചു. തങ്ങൾക്ക് മനസ്സിലായില്ല. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോ മഹാനായ ഉമർ അലി തങ്ങൾ രണ്ട് ചുമലിലും കൈവച്ചിട്ട് പറഞ്ഞു, കാക്കാ അമ്മായി പോയിട്ടുണ്ട്, വെള്ളിയാഴ്ച രാവാ പോയത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ പോയത്. അതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. മഹാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നത് അതാണ്. മാമിൻ മുസ്ലിമി യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ. തുർമുദിയുടെ സുനനിൽ കാണാം, വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബരി, ഈമാനോടുകൂടെയാണ് മരിച്ചതെങ്കിൽ ഖബറിലുള്ള ഫിത്നയിൽ നിന്ന് അവന് രക്ഷ കിട്ടുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ആഭരണങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ മുകളിൽ നിൽക്കട്ടെ.
ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു മദ്രസയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ടു. ഒരു നയാ പൈസ കയ്യിലില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്തൊരു